നമസ്കാരം. ലോക്സഭാ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥികളായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും ആനി രാജയെയും കുറിച്ചുള്ള മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്തോളത്തിൻ്റെ പ്രസ്താവന വിവാദവും ചർച്ചയുമാകുന്നു. ആത്മീയ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഹുലും ആനി രാജയും വയനാട് മണ്ഡലത്തിൽ എന്തിന് പരസ്പരം മത്സരിക്കുന്നു എന്ന ചോദ്യമാണ് ബിഷപ്പ് ഉയർത്തിയത്. വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പ്രമുഖരായിട്ടുള്ള രണ്ടുപേർ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിയും ആനി രാജയും. കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ ഇവർ രണ്ടുപേരും ഒരേ സഖ്യത്തിൽപ്പെട്ടവരാണ്, ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവർ. വയനാടിൻ്റെ തൊട്ടപ്പുറത്ത് കർണാടകവും തമിഴ്നാടുമായി. അവിടെ അവർ ഒന്നിച്ചു നിന്ന് ഒരു വേദിയിൽ അവർക്ക് വേണ്ടി വാദിക്കുകയും ഇവിടെ വന്ന് പരസ്പരം കുറ്റം പറയുകയും ചെയ്യുന്നതിൽ താൻ ശരിയായ രീതിയിലല്ല അത് കാണുന്നത് എന്ന് ബിഷപ്പ് പറയുന്നു. അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതായിട്ടേ തോന്നുന്നുള്ളൂ. രണ്ടുപേരിൽ ആര് പാർലമെൻറ്റിൽ ചെന്നാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായാണ് സംസാരിക്കുക. അപ്പോൾ എന്തിനിവർ നിൽക്കുന്നു എന്ന വല്ലാത്ത ചോദ്യം തൻ്റെ മനസ്സിലുണ്ട് എന്ന് ബിഷപ്പ് പറയുന്നു. ഇതിവിടുത്തെ ജനമെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് എന്നും ബിഷപ്പ് പറയുന്നുണ്ട്. ഇങ്ങനെ ബിഷപ്പിൻ്റെ ചോദ്യം വളരെ പ്രസക്തവുമാകുന്നുണ്ട്. അതത് പ്രദേശത്ത് നിന്നുള്ളവരുടെ പ്രതിനിധി അതത് പ്രദേശത്ത് നിന്നുള്ള ആകണമെന്നുള്ളതാണ് നല്ലത്. വേദന അനുഭവിക്കുന്നവർ പ്രശ്നങ്ങൾ ചെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ടാകും. പുറത്തൊന്നുമില്ലാതെ ജീവിക്കുന്നവർ പ്രതിനിധിയായിട്ട് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള കുറവുകൾ അതിനകത്തുണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. വയനാട് ലോക്സഭാ മണ്ഡലം എന്നാൽ വയനാട് മാത്രം ഉൾക്കൊള്ളുന്നതല്ല, കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഈ വയനാട്ടിൽ. ഇവിടെ നിന്നുള്ള ഒരാൾ ജനപ്രതിനിധിയായി വരണമെന്നാണ് ആഗ്രഹമെന്നും ബിഷപ്പ് പറയുന്നുണ്ട്. അതായത് ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിന് രാഷ്ട്രീയമായി പലപ്പോഴും പലരും ഉപയോഗിക്കാറുണ്ട്. BJP അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. കാരണം ബിഷപ്പിൻ്റെ പ്രചാരണ ആയുധമാക്കുകയാണ് ഇപ്പോൾ BJP. ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ രൂപത്തിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ബിഷപ്പിൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വോട്ടർമാർ ആഗ്രഹിച്ച കാര്യമാണ് ബിഷപ്പ് പറഞ്ഞതെന്നുമാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K. സുരേന്ദ്രൻ പറയുന്നത്. കാരണം ബിഷപ്പ് പറഞ്ഞത് K. സുരേന്ദ്രന് വേണ്ടിയല്ലെന്നും അദ്ദേഹം അങ്ങനെ കരുതുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആശ്വസിക്കാനേ പറ്റുമെന്നുമൊക്കെ CPI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EJ ബാബു അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വയനാടുമായി ചേർന്ന് നിൽക്കുന്ന ആറളത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ആനി രാജ, അതായത് LDFിൻ്റെ സ്ഥാനാർത്ഥി. വയനാടിൻ്റെ അതേ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലത്ത് നിന്നാണ് അവർ വരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട MP-യിൽ നിന്നും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സഹായമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ബിഷപ്പിൻ്റെ പരാതി, അല്ലെങ്കിൽ ആ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്ന് പറയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ്. കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ പോലും മനസ്സിലാകാത്തവരോട് ഏത് ഭാഷയിൽ സംസാരിക്കും ഇവിടുത്തെ ജനങ്ങൾ? അവരുടെ വേദനയും ദുരിതവുമൊക്കെ ഏത് തരത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന MP-യോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും? ഇനി ഇത് മാത്രമല്ല, രാഹുൽ ഗാന്ധി കേട്ടാൽ പൊട്ടൻ ശംഖു വിളിക്കുന്നത് പോലെ ആകില്ലേ എന്ന് ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം 5 വർഷം കൊണ്ട് 9 വട്ടം മാത്രം ആ മണ്ഡലത്തിൽ വരികയും അവരുടെ പ്രശ്നങ്ങൾ ഇന്നുവരെ എന്താണെന്ന് പോലും മനസ്സിലാക്കാനും കഴിയാത്ത രാഹുൽ ഗാന്ധിയൊക്കെ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. 4 ലക്ഷം വോട്ടിലധികം ഭൂരിപക്ഷം നേടി അവിടെ വയനാടിൻ്റെ MP-ആയി മാറിയെന്നല്ലാതെ അവിടെ പുലിയും ആനയും കടുവയും ഒക്കെ ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ തവണയൊന്നും ഇദ്ദേഹത്തിന്, അതായത് രാഹുൽ ഗാന്ധിക്ക് അവിടെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഒരു മണ്ഡലത്തിൻ്റെ പ്രതിനിധി അവരുടെ പ്രശ്നങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇന്ന് വരെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള വയനാട്ടിലെത്തുന്ന ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി 5 വർഷത്തിനിടയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് 9 തവണ മാത്രമാണ്. ശ്രദ്ധിക്കുക, ജനങ്ങൾ മണ്ടന്മാരാണ് എന്ന് കരുതരുത് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും. കാരണം ജനങ്ങളൊരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആർക്കനുകൂലമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇമേജൊക്കെ 2019 അവസാനിച്ചു എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, ആനി രാജയും ഈ രാഹുൽ ഗാന്ധിയും ഒരേ മുന്നണിയുടെ ഭാഗങ്ങളാണ്, ഇന്ത്യ മുന്നണിയുടെ. അത് ബിഷപ്പിന് മനസ്സിലായതുകൊണ്ടാണ് ബിഷപ്പ് വളരെ കൃത്യമായി അത് പറഞ്ഞിരിക്കുന്നത്. ആ ഇടുക്കി രൂപതയുടെ ബിഷപ്പിൻ്റെ മുന്നിലേക്ക് ബിഷപ്പ് ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യം, ലോക്സഭയിലേക്ക് എത്തപ്പെടുമ്പോൾ ആനി രാജയാണെങ്കിലും ഈ രാഹുൽ ഗാന്ധിയാണെങ്കിലും കൈയുയർത്തുന്നത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് വേണ്ടിയിട്ടാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ള ചോദ്യം ഇത് വയനാട്ടിലെ ജനങ്ങൾ പരസ്പരം ചോദിച്ചു തുടങ്ങുന്നു. മാത്രമല്ല, വയനാട്ടിലെ മലയാളിയായിട്ടുള്ള, വയനാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിരിക്കും. മാത്രമല്ല, അവരുടെ സ്വന്തം പ്രതിനിധിയായിരിക്കും. പുലി ഇറങ്ങിയാലും സിംഹം ഇറങ്ങിയാലും ആന ഇറങ്ങിയാലും കാട്ടുപന്നി ഇറങ്ങിയാൽ അടക്കം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കൂ എന്ന് ബിഷപ്പ് പറയുന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ തിരിച്ചറിയുവാനുള്ള കരുത്തും കഴിവും
വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചോളൂ രാഹുൽ ഗാന്ധിയും ആനി രാജയും. അവിടെ വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാനുള്ള ഇടയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.